ആഹാ ചിന്നു, കറക്റ്റ് സമയത്താ നീ വന്നേ. അത് പിന്നെ ചിന്നു, നിനക്ക് ഞാൻ അറിയാലോ, അവൻ ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. അന്ന് ഞങ്ങൾ പെണ്ണ് കാണാൻ വന്നെന്ന്, അന്ന് മാത്രമേ അവൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. അപ്പം പിന്നെ അവന് വീട് ശരിക്കും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം അതിൽ പുറത്ത് നിർത്താൻ പറഞ്ഞു. അപ്പം നീ നിൽക്കുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാ. അല്ല, ഗിരിചേട്ടൻ പറയുന്നത് കാർത്തികിനെയാണോ? ആ കാർത്തിക് തന്നെ. അല്ല അത് പിന്നെ അയ്യോ ചിന്നുവിന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ. ഞാൻ ഈ സ്നേഹ എല്ലാതും റെഡി ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്നേഹൻ്റെ അടുത്തൊന്ന് പോകാൻ നിൽക്കായിരുന്നു. കുഴപ്പമില്ല, ഞാൻ തന്നെ നിന്നോളാം കേട്ടോ. അയ്യോ വേണ്ട വേണ്ട ഗിരിയേട്ടാ, ഞാൻ നിന്നോളാം. ഗിരിയേട്ടൻ ഈ സ്നേഹച്ചിന്റെ അടുത്തേക്ക് പോയിക്കോ. താങ്ക് യുടാ. വെൽക്കം വെൽക്കം. എന്തുവാ ഇത്? അവൻ എന്ത് കേസ് ഉണ്ടല്ലോ എന്റെ തലയിൽ വന്ന് വീഴൂ. ഇനി ആ കുറങ്ങനെ പോയി കാത്തു നിൽക്കണേ ഞാന്. ഓ അമ്മൂനെ പറഞ്ഞയച്ചാലോ? വേണ്ട, അവൾ എന്തായാലും പോവൂല. ഞാൻ തന്നെ പോവേണ്ടി വരും. എന്തേ ഇവിടെ വല്ല തമാശ ഇങ്ങനെ ചിരിക്കാന്? തമാശ കണ്ടിട്ട് ചിരിച്ചോന്നല്ല, ഞാൻ ഒരു അത്ഭുതം കണ്ടിട്ട് ചിരിച്ചതാ. അത്ഭുതം കണ്ടിട്ടോ? എന്താ അത്ഭുതം കണ്ടിട്ട്? നീ എന്നെ കാത്തിക്കല്ലായിരുന്നോ? എന്നെ വെറുക്കുന്ന നീ ഞാൻ വരാൻ വേണ്ടി കാത്തു നിൽക്കല്ലായിരുന്നോ പുറത്ത്? ആരാ പറഞ്ഞ നിന്നെ കാത്തു നിൽക്കാണ്? ഞാനേ പുറത്ത് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. അതെ, അതെനിക്കറിയാലോ, നീ പുറത്ത് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂന്ന്. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ നിന്നെ കാത്തു നിൽക്കാൻ വേണ്ടി പുറത്ത് ഇറങ്ങിയതൊന്നല്ല, ഞാൻ വേറെ കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാ. എന്നോടേ എന്റെ ചേട്ടനെ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ ഇവിടെ, ഗിരിച്ചേട്ടൻ. ആ ചേട്ടൻ എന്നോട് വിളിച്ചു പറഞ്ഞിരുന്നു ചിന്നു പുറത്ത് കാത്തു നിൽക്കണ്ടെന്ന്. അത് പിന്നെ ഗിരിച്ചേട്ടൻ പറഞ്ഞോണ്ട് മാത്രം കാത്തുന്നതാ. പിന്നെന്തിനാ മുമ്പ് എന്നോട് കള്ളം പറഞ്ഞേ? നീ എന്തിനാ എന്നെ ചോദ്യം ചെയ്യുന്നേ? നീ എന്താ പോലീസാണോ? പോലീസുമാർക്ക് മാത്രമേ ചോദ്യം ചെയ്യാൻ പാടുള്ളൂ. ഞാൻ പോവാ. പോവല്ലേ, നിക്ക്. ശിവ, നിനക്ക് എന്താ തോന്നുന്നേ? സ്നേഹത്തിക്ക് ബേബി ഗേൾ ആണോ ഉണ്ടാവാ അത് ബേബി ബോയ് ആണോ ഉണ്ടാവാ? ഒരു സംശയം വേണ്ട, ബേബി ബോയ് തന്നെ. അല്ലല്ല, എനിക്ക് തോന്നുന്നത് ബേബി ഗേൾ ആണാ. അല്ല, എനിക്ക് തോന്നുന്നത് ബേബി ബോയാ. എനിക്ക് എന്തായാലും ബേബി ഗേൾ തന്നെ തോന്നേ. നമുക്ക് നോക്കാം ബേബി ബോയ് ആണോ ബേബി ഗേൾ ആണോന്ന്. അല്ല, ചേച്ചി എവിടെ പോയി കിടക്കുക? കുറെ നേരമല്ലോ ചേച്ചിനെ കണ്ടിട്ട്. ശരിയാ, ഞാൻ ചിന്നു ചേച്ചിനെ വന്നപ്പോ കണ്ടതാ, പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല. വാ നമുക്ക് പോയോക്കാം. ഇനി എന്തായാലും ഹെയർ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട, നീ ഡ്രസ്സ് മാറിയിട്ട് എന്നിട്ട് സെറ്റ് ചെയ്യാല്ലേ ഹെയർ. അല്ലെങ്കിൽ ഡ്രസ്സ് ഇടുമ്പോൾ ഹെയർ ആകെ കൊള്ളാവൂലേ? അത് ശരിയാ, ചിലപ്പോ ഡ്രസ്സിന് മുടിയൊക്കെ കേടുവരാം. എന്തായാലും ഞാൻ ഡ്രസ്സ് മാറിയിട്ട് തരാം. അല്ലടി, ഇനി എന്തെങ്കിലും മേക്കപ്പ് എന്തെങ്കിലും ചെയ്യണോ? ഞാൻ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ളൂ. അയ്യോ വേണ്ടടി, ഇങ്ങനെ മതി. ഓക്കെ, എന്നാ പിന്നെ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാട്ടോ. ഓക്കെടി. ചേച്ചി എന്താ? ചേച്ചി ഇവിടെ നിൽക്കായിരുന്നാ? അല്ല, ഞാൻ അപ്പുറത്ത് നിൽക്കായിരുന്നു. നിനക്കെന്താ കാണുന്നില്ല ഞാൻ ഇവിടെ നിൽക്കുന്നേ? അല്ല ചേച്ചി, നിനിപ്പോ ഇത്രയും ദേഷ്യപ്പെടുന്നേ? ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ. ചേച്ചി ഇവിടെ നിൽക്കായിരുന്നോന്ന് ഞാൻ ചോദിച്ചേ. അതിനല്ലേ ഞാനും പറഞ്ഞേ ഞാൻ ഇവിടെ നിൽക്കായിരുന്നോന്ന്. ചേച്ചി അങ്ങനല്ലല്ലോ പറഞ്ഞേ. നീ എന്തിനപ്പോ വന്നേന്ന് പറ. അത് ചേച്ചി നിന്നെ ദേഷ്യപ്പെട്ടേന്ന് പറ. ഞാൻ എനിക്ക് ഇഷ്ടമല്ലപ്പോ ദേഷ്യപ്പെടും. അതിന് നിനക്കെന്താ? എന്താ ചേച്ചി ആവശ്യമില്ലാതെ ദേഷ്യപ്പെടാൻ നിൽക്കണം കേട്ടോ. ചേച്ചി കുറെ നേരമല്ലോ. എന്റെ പൊന്നമ്മു, നീ ഇപ്പൊ എന്തിനാ വന്നേ? അത് പിന്നെ ചേച്ചിയെ കാണാഞ്ഞിട്ട് വന്നതാ. അങ്ങനെ. അല്ല, ശിവി ആയിഷയ്ക്ക് എവിടെ? അവരപ്പുറത്തുണ്ട്. അല്ല, ചേച്ചിന്റെ മുഖം എന്തെങ്കിലും വാടിയിരിക്കുന്നേ? ചേച്ചി എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ? ചേച്ചിന്റെ മുഖം എപ്പോഴും ദേഷ്യപ്പെട്ടാണല്ലോ വെച്ചേക്കുന്നേ. ഒന്നുമില്ല അമ്മു. കാർത്തികേട്ടന് വന്നോ? വന്നെങ്കിൽ അതിനെന്താ? അവള് കാർത്തികേട്ടന്. അപ്പൊ അത് തന്നെയാണല്ലേ പ്രശ്നം? എന്ത് കാർത്തിക ചേട്ടൻ? അത് നല്ല പ്രശ്നം. അത് തന്നെയാണ് പ്രശ്നം. അത് തന്നെയാണ് പ്രശ്നം. പോരെ, ഇതല്ല നിനക്ക് വേണ്ടത്? ചേച്ചി അല്ല, പിന്നെ അവള് കുറെ നേരായി. എനിക്കറിയാം ചേച്ചിക്ക് അതന്നെ പ്രശ്നം. എനിക്ക് അതിന്റെ പ്രശ്നം. പോരെ, ഇതിപ്പോ എവിടെ നിൽക്കാനും പറ്റില്ലല്ലോ. എവിടെ നിന്നാലും ഓരോന്ന് വന്നിങ്ങനെ ചോദിക്കും. എന്താ പ്രശ്നം ഞാൻ കണ്ടുപിടിച്ചോളാം.